മുഴുവൻ സമയം അവിടെ തന്നെ ആയിരുന്നോ അതോ ഇടയ്ക്കൊന്ന് പുറത്തു വന്നായിരുന്നോ? കഞ്ഞി കുടിക്കാൻ പുറത്തിറങ്ങിയായിരുന്നു. എന്തേ? അല്ലാതെ ഇല്ല. ഇവിടെ വന്നില്ല? ഇവിടെ എന്തിന്? അപ്പൊ ഇവിടെ കണ്ട പെട്രോൾ പമ്പിൽ സ്വയം നടന്നു വന്നായിരിക്കും അല്ലേ? ഓ ആ ക്യാനോ? ആ അത് ഞാൻ തന്നെ കൊണ്ടുവച്ച. അത് പക്ഷെ രാത്രിയല്ല, വൈകുന്നേരം. ഓഹ്, എന്തിനാടാ നീ ഇങ്ങനെ നുണ പറയുന്നത്? നീ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു. ആ കാറ് കത്തിച്ച് കളയുകയായിരുന്നു നിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി വാങ്ങിച്ച പെട്രോളാ അത്. പ്രിയെ കണ്ടപ്പോ അത് ഉപേക്ഷിച്ച് നീ ഓടി രക്ഷപ്പെട്ടു. അപ്പൊ അത് പ്രിയായിരുന്നല്ലേ? ഓ, അപ്പൊ നീ വന്നു? വന്നില്ല. ഞാന് വേറെ ചില കാര്യങ്ങൾ ഓർത്ത. പിന്നെ പെട്രോൾ ഞാൻ വാങ്ങിച്ച അതെന്തിനാന്നറിയാവോ? ഗൾഫിലെ യുദ്ധമല്ലേ, പെട്രോൾ ക്ഷാമം വന്നാലോ നമ്മളെല്ലാം മുൻകൂട്ടി കണ്ട് പെരുമാറണം, ഇല്ലെങ്കിലേ വഴിയാതാരായി പോകും. പൊന്നു മോനെ, നിന്റെ ഈ വെളച്ചിലൊക്കെ കൈ തന്നെ വെച്ചാ മതി കേട്ടോ. പണ്ട് എന്റെ ഡ്രസ്സുകൾ മുഴുവൻ കത്തിച്ചവനാ നീ. അതുപോലെ കാറെങ്ങാനും നീ കത്തിച്ച ഞാൻ ചെന്നാലും കിട്ടും പമ്പിന്ന് പെട്രോള്. നിന്റെ തല വഴി ഒഴിച്ച് കത്തിച്ച് ചാമ്പലാക്കുന്നു. നിങ്ങൾക്ക് ഭ്രാന്താ. ഇന്നലെ രാത്രി മുഴുവനും ഞാൻ എന്റെ അമ്മയ്ക്ക് കാവലിരിക്കുമായിരുന്നു. പാവം എന്റെ അമ്മ. സങ്കടം കൊണ്ട് ഒരുപോലെ കണ്ണടയ്ക്കാൻ പോലും പറ്റിയില്ല. അഭിനയിക്കാൻ നീ പണ്ടേ മിടുക്കനാ. നീ അമ്മയുടെ അടുത്ത് ആയിരുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. നീ എവിടെ പോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ആ കാറ് തൊടരുത്. തൊട്ടാ നീ വിവരം അറിയും. ഞാൻ ആ കാറ് തൊടുവോ ദേവിക്ക്? നമ്മുടെ കല്യാണം കഴിയുമ്പോ ആ കാറില നമ്മള് ഹണിമൂണ് പോകാൻ പോകുന്നത്. ഹണിമൂണിന് നിന്റെ ഡെഡ് ബോഡി ദഹിപ്പിക്കാൻ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവല്ലോ. അത് കാണാൻ ഞാൻ വരുന്നതേ ആ കാറിലായിരിക്കും. എത്ര മനോഹരമായ, ഒരിക്കലും നടക്കാത്ത സ്വപ്നം. നടത്തി കാണിച്ചറാടാ. എന്റെ അമ്മയൊന്ന് വന്നോട്ടെ. അമ്മേനി വരുവോ? വരും. വന്നില്ലെങ്കിൽ വരുത്തും. അതിനുള്ള പണിയിലേക്കാ ഇനി ഞാൻ കടക്കാൻ പോകുന്നത്. മോനെത്തിയോ? മുത്തശ്ശി ഉള്ളതുകൊണ്ട് മാത്രമാ ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നു. എനിക്ക് ഈ അപമാനം സഹിക്കേണ്ട ആവശ്യമില്ല മുത്തശ്ശി. എന്തു പറ്റി മോനെ? അവൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക. ഞാൻ കാറൊന്നും കത്തിക്കാൻ നോക്കിയിട്ടില്ല. അതിനല്ല ഞാൻ പെട്രോൾ വാങ്ങിയത്. ഞാൻ അത്രക്കാരനല്ല മുത്തശ്ശി. ഓ, വന്നപ്പോ തന്നെ അവളത് ചോദിച്ചല്ലേ? അതെ, ചോദിച്ചു. എന്തേ ചോദിക്കണ്ടായിരുന്നു? പ്രിയയുടെ കാശുകൊണ്ട് വാങ്ങിയതാ ഈ കാറ്. പെട്രോൾ ഒഴിച്ച് കത്തിക്കാനൊക്കെ ആർക്കും പറ്റും. ഇനിയൊരു നഷ്ടം ഈ വീട്ടിലുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അത് കാറായാലും ശരി, വേറെ എന്തായാലും ശരി. എടി, അത് നീ അല്ല തീരുമാനിക്കുന്നത്. ഇവന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. എനിക്കാരുടെ സമ്മതം വേണ്ട മുത്തശ്ശി. ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കും. അതേത് വലിയ കൊമ്പത്തുള്ള ആളായാലും ഞാൻ ചോദിക്കും. നശിപ്പിച്ച് നീ ഇവിടം വരെ ആക്കി. ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെടി നിനക്ക്? ഇപ്പൊ ഈ ചോദിച്ച ചോദ്യല്ലേ മുത്തശ്ശി ഇവനോട് ചോദിക്കും. നോണ പറഞ്ഞ് ഇവനൊക്കെ എത്ര കാലം ജീവിക്കാനാ? ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും. അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക. പെട്രോൾ മേടിച്ച് കാറ് കത്തിക്കല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ? നീ പറയുന്നത് അതുപോലെ വിശ്വസിക്കാൻ മുത്തശ്ശിയെ പോലുള്ള ആളുകളെ കിട്ടും. എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട. പിന്നെ മുത്തശ്ശിയെ കൂട്ടുപിടിച്ചുള്ള ഈ വിചാരണ ചെയ്യല് അതും വേണ്ട. നിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയ നിന്നെ അതേപോലെ
അതേ അളവില് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിജയിച്ചാ ഇപ്പൊ നിനക്ക് വേണ്ടി സംസാരിച്ച അതേ നാവുകൊണ്ട് തന്നെ മുത്തശ്ശി നിന്നെ ചീത്ത പറയും. ഇവിടുന്ന് ഇറക്കി വിടും. തല കുമ്പിട്ട് ഇറങ്ങിപ്പോകുന്ന നിന്നെ അന്ന് ഞാനൊന്ന് കാണുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കാണിച്ച നാടകമുണ്ടല്ലോ, അതിന്റെ അടക്കം കണക്ക് നമുക്ക് വീട്ടാം.